യഥാർത്ഥത്തിലുള്ള ഒരു വിക്ടിമായ പെൺകുട്ടി എന്ത് ചെയ്യപ്പെടും? ഇത് പറയാൻ മടിക്കും. പറഞ്ഞിട്ട് പോലും ഈ ഒരു പീഡനം കഴിഞ്ഞ് രണ്ടാമത് ബിരിയാണി കഴിക്കാൻ പോകും, അടുത്ത പീഡനം കഴിഞ്ഞ് സിനിമക്ക് പോകും, മൂന്നാമത്തെ പീഡനം കഴിഞ്ഞ് ബീച്ചിൽ പോകും, നാലാമത്തെ പീഡനം കഴിഞ്ഞ് ഫ്ലാറ്റ് വാങ്ങുന്നതിനെ പറിച്ച് ചർച്ച ചെയ്യും, അഞ്ചാമത്തെ പീഡനം കഴിഞ്ഞിട്ട് ഇന്ന പെർഫ്യൂം ഉപയോഗിക്കണം എന്നുള്ള ഡിസ്കഷൻ നടക്കും. ഇതിനൊന്നും പീഡനം എന്ന് പറഞ്ഞു കൂടെ പോയതിന് റൂം എടുക്കാൻ പോലും ഗതിയില്ല. അപ്പൊ അവന് റൂം എടുക്കാൻ ആര് സഹായിച്ചു? ഇവരുടെ ആവശ്യമായിരുന്നുകൊണ്ട് ഇവരാണ് റൂം എടുത്ത്, ഇവരുടെ അടുത്ത് കാശുണ്ടായിരുന്നു, റൂം എടുത്തു, അവന് ഷർട്ട് വാങ്ങി കൊടുത്തു, അവന്റെ ബർത്ത്ഡേക്ക് കേക്കും ഉണ്ടായി കൊടുത്തു. ഇതിനുള്ള കാശും കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞ ഇരയെ വരെ എനിക്കറിയാം. ഇവരെ ഒന്ന് ഇര എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് സമൂഹത്തിന്. ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവരെ വിടാതെ വേട്ടയാടുന്ന ട്രോമയായി മാറുന്ന ഇത്തരം ഇൻസിഡന്റുകളെ ജസ്റ്റിഫൈ ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റാണ്ടാവുന്നത്. അതിന് അവർക്ക് നീതി കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. ചേട്ടാ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കോടതി ഒരു ഉത്തരവല്ല, ഒരു കേസിന് ആസ്പദമായിട്ടുള്ള ഒരു വിധി വന്ന സമയത്ത് പറയുകയുണ്ടായി, അവിവാഹിതരായ പുരുഷന്മാര് എത്ര സ്ത്രീകളുമായിട്ട് വേണമെങ്കിലും ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് കുറ്റമില്ല, അത് തെറ്റല്ല എന്ന്. അപ്പൊ അത് കേട്ടപ്പോ ഹാപ്പിയാണ്. ഇത് യഥാർത്ഥത്തില് നമ്മളെ സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികളിലും ഇത്തരം കേസുകൾ വരുമ്പം വളരെ പ്രധാനമായി ചർച്ച വരുന്നൊരു വിഷയമാണ്. പക്ഷെ ഈ ചർച്ചകൾ വരുമ്പോഴും നമുക്കിവിടെ 376 ബലാത്സംഗ പ്രകാരമുള്ള കേസുകൾ, നിരന്തരം കേസുകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കേസ് വരുമ്പോഴാണ് ഇതിന് കൂടുതൽ പ്രാമുഖ്യം വരുന്നത്. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ പൊതുപ്രവർത്തകരാണ്. അവർ നമുക്കിവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അവർ ജനങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നതിന്റെ ഒരു സദാചാര ബോധമാണ് അവര് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പൊ നമ്മളെ രാഷ്ട്രീയക്കാരെല്ലാം നോക്കിയാൽ അറിയാം, അവരെല്ലാവരും വെള്ളയാണ് കൂടുതൽ ധരിക്കുക. ഈ വെള്ളം ധരിക്കുന്ന തന്നെ അവരൊരു പരിശുദ്ധിയുടെ അടയാളമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു മൊറാലിറ്റി സൈഡിൽ നല്ലതല്ലാത്ത ഒരാളെ നമ്മളുടെ ലീഡറാക്കാൻ ആഗ്രഹിക്കില്ല, ഒരു സമൂഹവും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ കേസിൽ പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തന കേസായതുകൊണ്ട് അതിന് നമ്മൾ ആ നിലയിൽ എടുക്കണം. എന്നാൽ ഇവിടെ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവരുടെ ഇഷ്ടത്തിനുള്ള ജീവിതം നയിക്കാൻ, അത് മറ്റുള്ള ഒരാളുമായിട്ടുള്ള ലൈംഗിക ജീവിതമായാലും സൗഹൃദമായാലും പ്രണയമായാലും ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നെ. മൊറാലിറ്റി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ, മൊറാലിറ്റി അത് അയാളുടെ ഫിസിക്കൽ നീഡല്ലേ? ഫിസിക്കൽ നീഡ് ശരിയാണ്, അയാളുടെ ഫിസിക്കൽ നീഡാണ്. പക്ഷെ ഈ ഫിസിക്കൽ നീഡിന് അവിടെയാണ് നമ്മൾ ഈ മൊറാലിറ്റി എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഒരു പാർട്ട്ണർ ഒരാൾക്ക് പാടില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഒരു പാർട്ട്ണർ പാടില്ല എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് ഈ പൊളിറ്റീഷ്യൻസിന്റെ കേസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡറുടെ കേസിൽ അയാളുടെ ഇൻബോക്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടത്. അയാൾ ഒരു വലിയ വല വീശി എറിയുന്ന പോലെ സോഷ്യൽ മീഡിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജുകൾ അങ്ങ് അയക്കുന്നു. ആരെങ്കിലൊക്കെ കൊത്തിയാൽ എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ പിടിച്ച് കരയിലെടുക്കുന്ന ഒരു തരം കൗശലക്കാരനാണ്. അപ്പൊ ഈ കൗശലക്കാരനെ നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ഫിസിക്കൽ നീഡുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ഒരു ഫിസിക്കൽ നീഡ് അല്ലെങ്കിൽ അയാൾക്കൊരു ജൈവികമായ അയാളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് അയാളൊരു പാർട്ട്ണറെ കൊണ്ട് നടന്നോട്ടെ. ഇപ്പൊ ഇവിടെ നമ്മളെ ഒരു MLA, ഇപ്പൊ നിലവിലുള്ള ഒരു MLA ആണ്. അദ്ദേഹം 2-3 വിവാഹം കഴിച്ചിട്ടുണ്ട്, നമുക്ക് പരാതിയില്ല. അയാൾക്ക് പ്രണയങ്ങളുണ്ട്, നമുക്ക് പരാതിയില്ല. പിന്നെന്തുകൊണ്ടാ ഇതിൽ മാത്രം? പക്ഷെ അയാൾ വിവാഹം കഴിക്കുന്നു ഒഴിവാക്കുന്നു. അയാളുടെ വിവാഹശേഷമോ മുന്നേ ഒന്നും അങ്ങനെ ഈ രീതിയിലുള്ള ഒരേ സമയം ഞങ്ങളെ എല്ലാവരെയും ചൂണ്ടയിട്ട് പിടിക്കുകയായിരുന്നു എന്ന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, കൂട്ടത്തോടെ പറയുന്നില്ല. ആളൊരു പബ്ലിക്കില് അത്രയും പലരും റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ പേരിലായിരിക്കില്ലേ സ്ത്രീകൾക്ക് ഈ ഒരു കേസ് കൊടുത്തപ്പോ ആ കേസിനായാലും ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടിയത്? സ്ത്രീകൾ ഇനി അതിന് വേണ്ടി ചെയ്തതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതില്ല, മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളും ഈ വിഷയം ചർച്ച ചെയ്തതിന്റെ കാരണത്തിൽ ഇല്ല, അവർക്ക് കിട്ടി നമ്മൾ അങ്ങനെ പറയാ. അതിലെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരേ ഒരു പരാതിക്കാരി എനിക്കറിയുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഇടപെടുകയും കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്കതിലൊരാളെ അറിയുള്ളൂ. ഈ 2ാമതും 3ാമതും പരാതി കൊടുത്ത ആളെ എനിക്കറിയില്ല. അപ്പൊ പിന്നെ അവർക്ക് കിട്ടിയെന്ന് നമ്മൾ അങ്ങനെ പറയാ? അതില്ല. ഈ 1ാമത്തെ ആള് ഒരു മീഡിയ അറ്റൻഷൻ എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അയാൾ അതിനുശേഷം ധാരാളം മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അയാൾ ഈ വിഷയം തന്നെ നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ, അതിനെ നമ്മൾ ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതൊരു സാധാരണ ഒരാളായിരുന്നെങ്കിൽ, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒന്നുമല്ല, ഒരു ബിസിനസ്സുകാരനോ ഒരു സാധാരണക്കാരനോ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ഇതിനെ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അത് അവിടെ രണ്ടുപേര് തമ്മിൽ. പക്ഷെ പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അയാൾ നമ്മുടെ എല്ലാം നേതാവായിട്ട് നീങ്ങുകയാണ്. അയാൾ സ്വയം ആ രംഗത്തേക്ക് വന്നതാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച വിഷയം ഇതായിരുന്നില്ല ശ്രീപ്രിയ. കാരണം പുള്ളി പൊളിറ്റിക്കൽ ലീഡർ ആണോ അതൊന്നുമല്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. അവിവാഹിതരായ പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുമായിട്ട് വേണമെങ്കിലും ഫിസിക്കൽ റിലേഷൻ ചെയ്യാം. ഈ ഒരു ഇപ്പൊ കോടതി എന്താ പറയാ, അത് തെറ്റല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് അത് വേണ്ടാന്ന് വെക്കാം. ആ ഒരു കാര്യത്തോടെ എന്താണ് അഭിപ്രായം തോന്നിയത്? പറഞ്ഞ പോലെ തന്നെ എന്റെ അഭിപ്രായത്തിലും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ഇപ്പൊ എനിക്ക് ഒരു റിലേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് വെച്ച്. ഇപ്പൊ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജെൻസി കുട്ടികളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നമ്മൾ ഈ വിഷയത്തിനെ സംസാരിക്കുമ്പോൾ പൊതുസമൂഹം എന്ന് പറയുന്നത് വിവിധ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യർ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളുണ്ട്. പല പല രീതിയിൽ നമ്മളൊരു കാറ്റഗറൈസ്. അതിനകത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ രാഷ്ട്രീയക്കാരനോ ഉദ്യോഗസ്ഥനോ അങ്ങനെയൊന്നുമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ. പക്ഷെ ഈ നിയമം നമ്മൾ ചർച്ചയാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇതിനൊക്കെ ചർച്ച വരുന്നത് മാധ്യമ ശ്രദ്ധ വരുന്നു, പൊതുസ്ഥലങ്ങളിൽ ചർച്ച വരുന്നു, ഇദ്ദേഹത്തിനെ പൊതുസ്ഥലത്ത് തടയുന്നു. ഇതൊക്കെ വരുന്നത് ആർക്കെതിരായിരിക്കും? പൊതുപ്രവർത്തകർക്കോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ എതിരെ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആർക്കും എതിരെ എന്തില്ല ഈ വിഷയങ്ങൾ. ഇതിപ്പോ ഞാൻ പറയാം, ഇതിനു മുമ്പ് നമ്മളൊരു വ്യവസായിയെ സമാനമായ ഒരു കേസിൽ എന്ത് ചെയ്യപ്പെട്ടു, അറസ്റ്റ് ചെയ്തു. ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. കാരണം അയാൾ നമ്മളുടെ കാശ് കൊണ്ട് ജീവിക്കുന്നില്ല. നമ്മൾ അയാളെ നമുക്ക് അയാൾ റോൾ മോഡലേ അല്ല. അയാളുടെ അധ്വാനമോ തട്ടിപ്പോ എന്തോ ആവട്ടെ, അയാളുടെ ശ്രമം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് ചെയ്തു ജീവിക്കുന്നു, പണം ഉണ്ടാക്കുന്നു, അയാൾ ചെയ്യുന്നു. അതിനകത്ത് മൊറാലിറ്റി പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിക്കുകയേ വേണ്ട. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാറ്റഗറി മാറി. അയാളെ ചോദ്യം ചെയ്യാൻ പൊതുജനങ്ങൾക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. അവിടെ നമുക്ക് നിയമത്തിന്റെ പരിരക്ഷ കൊടുക്കാൻ സാധിക്കില്ല. ചേട്ടാ, ഇപ്പൊ നമ്മൾ സംസാരിച്ച കൂട്ടത്തില് ചേട്ടൻ ഈ നിയമം എന്ന് പറഞ്ഞില്ലേ, നിയമം എന്ന് പറയുന്ന ഒന്ന് ഈ രണ്ടു പേർക്കിടയിൽ വരുന്നത് ഏത് സമയത്താ? രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത്. ഈ കംപ്ലൈന്റ് ചെയ്യുന്നത് എപ്പോഴും സ്ത്രീകളാണ്. തീർച്ചയായിട്ടും. കാരണം സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ ബില്ലുകളെ നമ്മുടെ നാട്ടിലോട്ട്. പുരുഷ സുരക്ഷാ ബില്ലുകൾ വരാത്തിടത്തോളം കാലം രാഹുൽ ഈശ്വർ പോരാട്ടം തുടങ്ങും. അതാണ് നടക്കുന്നത്. അപ്പൊ സ്ത്രീകൾ പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാ? സ്ത്രീ സുരക്ഷാ നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്ത്രീ സുരക്ഷാ നിയമം നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പുള്ളി നിരപരാധി ആയിക്കോട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ മറ്റേ ദീപകിന്റെ കേസിലെ ദീപക് നിരപരാധിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ആണുങ്ങള് തെറ്റുകാരനല്ലാതെ സ്ത്രീകൾ ഇതുപോലെ ഫേക്ക് കേസുകൾ കൊടുത്തിട്ടുള്ള കേസുകൾ വളരെ ചുരുക്കമുള്ളൂ. ആയിരിക്കാം, ചുരുക്കം കേസുകൾ ഉണ്ടാവാം. പക്ഷെ ആ ചുരുക്കം കേസുകൾ എന്തുകൊണ്ട് നമ്മളിപ്പോ നിങ്ങളെല്ലാം അല്ലെങ്കിൽ ഇവിടെ ഈ സമൂഹത്തിന് പൊതുവെ ആളുകൾ പറയുന്നത് ഇത് ഭയങ്കര പാട്രിയാർക്കി സൊസൈറ്റി എന്നാണല്ലോ പറയാ. ആ മേധാവിത്വം അല്ലെ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹം എന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കിട്ടുന്ന ലൂപ്പ് ഹോളുകളാണ് പുരുഷന്മാർ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ ഒരു കേസ് അല്ലെങ്കിൽ രണ്ട് കേസ് ഉണ്ടാവുന്ന സമയത്ത് ആൺ സമൂഹം മുഴുവൻ കിടന്ന് കരയുന്നുണ്ട്, പെണ്ണുങ്ങളെ മുഴുവനായിട്ട് അടിച്ചമർത്തി സംസാരിക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. പക്ഷേ പെണ്ണുങ്ങൾക്കെതിരെ ദിനം പ്രതി ഇന്നിപ്പോ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും ഒരു കുഞ്ഞെങ്കിലും ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല, ഇതിനോട് എതിരഭിപ്രായം ആർക്കുമില്ല. ഈ അബ്യൂസും സെക്ഷൽ റിലേഷനും തമ്മിൽ വ്യത്യസ്തത ഉണ്ടെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ്. ഇതിനെ രണ്ടായി കാണാൻ എന്ന് സ്ത്രീ സമൂഹം തയ്യാറാവുന്നോ അന്നാണ് യഥാർത്ഥത്തിലുള്ള അബ്യൂസേഴ്സിന് എന്ത് ചെയ്യുക, ജസ്റ്റിഫിക്കേഷൻ കിട്ടുക. അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചാക്കാതിരിക്കാൻ പ്രത്യേകം സ്ത്രീകൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഒരു ചെറുപ്പക്കാരൻ ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അതിനൊരു വീഡിയോ തെളിവായിട്ട് വരും. പക്ഷെ ആ വീഡിയോ
ഒരു സതുദ്ദേശപരമായിട്ട് ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾ ആ പെൺകുട്ടിയെ മനഃപൂർവ്വം സ്പർശിക്കാൻ പോയതായിട്ടോ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആരോപിക്കുന്നത് പോലെ അതിനു മുമ്പ് മറ്റൊരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. മറിച്ച് ഈ പെൺകുട്ടി അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്യാണ്, അടുത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. മാത്രമല്ല ആ വീഡിയോ, ആ പോർഷനെ വളരെ സ്ലോലി ആക്കി അത് നമ്മളുടെ ചിന്തയെ ഇതൊരു തരം കൃമികടി രോഗമാണ് അല്ലെങ്കിൽ ഒരാളുടെ ലൈംഗിക രോഗമുള്ള എത്ര പേരൊരു ഉണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കും, ഞാനിവിടെ പറയുന്ന പോയിന്റ് എന്താ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിമായ പെൺകുട്ടി എന്ത് ചെയ്യപ്പെടും, ഇത് പറയാൻ മടിക്കും. പറഞ്ഞിട്ട് പോലും നമുക്ക് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കാതെ ഉണ്ടായിട്ടുള്ള എത്ര അത് നിങ്ങൾ അതിന്റെ കൂടെ മനസ്സിലാക്കി, ഇത് പറഞ്ഞാലല്ലേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. നിങ്ങൾ പറയാതിരുന്നോണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? നിങ്ങൾ പറയുന്നു ഇത് പറഞ്ഞ ആ പെൺകുട്ടിക്ക് മാനഹാനി വരുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ നീതി കിട്ടാതെ ആവുന്നുണ്ട്, ഈ അബ്യൂസ് ചെയ്ത ആൾ ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഇയാൾക്ക് നിരന്തരം ചെയ്യാനുള്ള പ്രലോഭനമാണ്. മിണ്ടണം. ഇത് മിണ്ടിക്കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കേസിനെ അല്ല പറയുന്നത്. അല്ല, ഞാനിപ്പോ പറയാണ് ഈ ഒരു കേസിന്റെ പേരില് പെണ്ണുങ്ങൾക്ക് ശരിക്കും ഇങ്ങനൊരു ഇതുണ്ടാവുമ്പോ പോലും ഇവർക്ക് ചെയ്യാനുള്ള ധൈര്യം കൂടുന്നുണ്ട്, അറിയാവോ? ആണ്. ഇത് അവള് വെറുതെ പറയുന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ 100 പേരുണ്ടെങ്കിൽ അതിൽ 70 പേരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ആണിനായിരിക്കും. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കും ഒരു പരിപൂർണ ക്രിമിനൽസിനെ പോലും സപ്പോർട്ട് ചെയ്യാനുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് നിങ്ങൾ അങ്ങനെ ജെൻഡർ ബേസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനെല്ലാവരും ആളുകളുണ്ട്, അവരടുത്തേക്ക് ആളുകൾ ചെല്ലുന്നുണ്ട്. ഈ കൂടുതൽ ക്രൈം ചെയ്യുന്ന ആളുകളോട് ആരാധനയുള്ള സ്ത്രീകളൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇവിടെ എൻ്റെ നിലപാട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റാൻഡ് ഈ വിഷയങ്ങളിലെല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ വിഷയങ്ങളെ, ഓരോ വിഷയങ്ങളെ ആ വിഷയത്തിന്റെ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ, അതിനെ നമ്മൾ അതിന്റെ നേരെ നമ്മൾ കൈ ചൂണ്ടാനോ അതിനെ അംഗീകരിക്കാനോ അതിനെ പ്രതികരിക്കാനോ നിൽക്കേണ്ടത്. ഒരു വിരൽ ചൂണ്ടേണ്ട വിഷയങ്ങളെ പോലും വിരൽ ചൂണ്ടാൻ ആളുകൾക്ക് മടി വരുന്നത് എവിടെ നിന്നാണ്? എല്ലാ വിഷയങ്ങളും ഇങ്ങനെ വന്നിട്ട് ഒരേ വിൻഡോയിലേക്ക് വരികയാണ്. അതായത് പ്രണയം നടിച്ച് കുറെ കാലം ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ ഈ പ്രണയം വേണ്ടാന്ന് നോക്കുന്നു, തൊട്ടടുത്ത ദിവസം ബലാത്കാരമാകുന്നു. അങ്ങനെയാണ് ഈ പ്രണയത്തിനിടെ ഇവർ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ അപ്പോഴും വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. നിയമത്തിന്റെ സംരക്ഷണം അവർക്ക് അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ വിവാഹശേഷവും വർഷങ്ങളുടെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഭാര്യയുടെ കൺസെന്റ് ഇല്ലാതെ ഭാര്യനെ തൊടുന്ന എത്ര പുരുഷന്മാരുണ്ടെന്ന് അറിയും. ഒരു സർവേ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കുടുംബത്തിൽ 99 കുടുംബവും അങ്ങനെയായിരിക്കും. അങ്ങനെ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി 99 കുടുംബമെന്നോ 10 കുടുംബമെന്നോ പറയാനുള്ള ഒരു അറിവ് എനിക്കില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പറയുന്ന മനസ്സിലാക്കൂ. എന്റെ ഒരു അനുഭവത്തിൽ ഭാര്യയുടെ കൺസെന്റ് ചോദിക്കുന്നത് വൈകുന്നേരം ബെഡ്റൂമിൽ ചെന്നിട്ട് ഞാൻ സെക്സ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു വാങ്ങലല്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുമ്പോൾ അവർക്കിടയിൽ അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചില സമയങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ ദിവസങ്ങളിലും പുരുഷന് എളുപ്പമാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലൈംഗിക ബന്ധത്തിന് പ്രാപ്തനാവാൻ കഴിയും. എല്ലാ ദിവസവും സ്ത്രീകൾക്ക് അത് സാധ്യമല്ല. അപ്പം ആ ഒരു കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതയാണ് അവിടെ അത് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് ലൈംഗിക ബന്ധത്തിന് പറ്റാത്ത ദിവസമാണെന്ന് ബോധം എന്ത് വേണം, പുരുഷൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് അയാള് പെരുമാറേണ്ടതുണ്ട്. പെരുമാറാത്ത പുരുഷന്മാരുണ്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നോക്കൂ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാനതില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. പക്ഷേ ഇത് കഴിഞ്ഞ് കുറെ കാലമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് കോമ്പൻസേഷൻ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ പിന്നെ ഇതും കൂടെ വെച്ചിട്ടുള്ളൊരു നടപടികളോട് നമുക്ക് എന്തില്ല, അഭിപ്രായം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വിവാഹത്തിന്റെ കഥ പോലെ തന്നെയാണ് പ്രണയബന്ധങ്ങളിലും. ഈ പ്രണയത്തിനകത്ത് കുറെ കാലം പ്രണയിച്ചു നടക്കുന്നു. ഈ പ്രണയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡേ 1 മുതൽ എന്നെ റേപ്പ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് കഥയും കൊണ്ട് വരുമ്പോൾ ഇപ്പം ഈ പൊളിറ്റീഷ്യന് കിട്ടിയ ആനുകൂല്യതാണ് സുപ്രീം കോടതി ഹൈക്കോടതിയിൽ നിന്ന് ഈ ആനുകൂല്യം കിട്ടിയത്. കാരണം റേപ്പ് ചെയ്തതിന് ശേഷവും ഇയാളുമായിട്ട് നിരന്തരം പ്ലാനിങ്ങുകളാണ്. ഫ്ലാറ്റ് എടുക്കുന്ന പ്ലാനിങ്, വിദേശ ടൂർ പോകുന്ന പ്ലാനിങ്, എന്തിന് പെർഫ്യൂമോ അയാൾ അടിക്കുന്ന ക്രീം വരെ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ ഇതിനകത്ത് എവിടെയാ റേപ്പ് സംഭവിക്കുന്നത്?
അപ്പൊ റേപ്പിനെ നമ്മൾ റേപ്പായിട്ട് പരിഗണിക്കാൻ തയ്യാറാവണം സ്ത്രീകൾ. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു കേസിന് പോവുക. അതൊരു മാന്യതയാണ്. ഇയാൾ എന്നെ വിശ്വാസവഞ്ചന കാണിച്ചു, എൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ, അത് വിശ്വാസവഞ്ചനയാണ്. അത് നിയമപരമായിട്ട് നിലനിൽക്കും. ഈ റേപ്പ് എന്ന് പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ചു വരുമ്പോൾ ആരാ നശിക്കുന്നേ? നശിക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം ഇതിനേക്കാളും അതിഭീകരമായ ഒരു കേസ് കേരളത്തിൽ നിലനിന്നിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു 2005 കാലഘട്ടത്തില് അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനെ പാടെ മാറ്റിമറിച്ച ഒരു കേസായിരുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമാദമായ ഏറ്റവും പ്രസിദ്ധനായ രാഷ്ട്രീയ നേതാവ് ഇടപെട്ട ഒരു കേസാണ്. ആ കേസിനെ തുടർന്ന് രാഷ്ട്രീയ ജീവിതം നഷ്ടപ്പെട്ട കുറെ പ്രമുഖരെ എനിക്കറിയാം. ഞാൻ കോഴിക്കോടുകാരനാണ്. ആ കേസിന്റെ ഓരോ നാൾ വഴികളിലും കോഴിക്കോട് നഗരത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. അന്നൊരു ഞാൻ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകനാണ്. ആ കേസിന്റെ കുറെ കഥകൾ എനിക്കറിയാം. ആ കേസിന്റെ അവസാനം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ പെൺകുട്ടി പിക്ചറിലേ ഇല്ല. കാരണം ആ കേസിന്റെ മെറിറ്റ് ലെവലിലല്ല ആ കേസ് പോയത്. ആ കേസിന്റെ മെറിറ്റ് എന്തായിരുന്നു? കോഴിക്കോട് ഐസ്ക്രീം ഒരു പാർലർ നടത്തുന്നു ഒരു സ്ത്രീ. ആ സ്ത്രീ അവിടെ ധാരാളം പെൺകുട്ടികളെ പറഞ്ഞു മയക്കി കൊണ്ടുവരുന്നു. ആ പെൺകുട്ടികളെ ആ സമൂഹത്തിലെ കുറച്ച് ധനാഢ്യരായ പൊതു ബന്ധങ്ങളുള്ള കുറച്ച് സ്വാധീന ശക്തിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ഈ പെൺകുട്ടികളെ കാഴ്ചവെക്കുന്നു. ഇതായിരുന്നു കേസ്. ഈ കേസിനെ ആ മെറിറ്റിൽ എടുത്തിരുന്നെങ്കിൽ അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമായിരുന്നു. അതിന് പകരം എന്ത് സംഭവിച്ചു? ഈ കേസിനെ ഒരു റേപ്പ് കേസായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പോയി. അന്ന് ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ നാട്ടില് ഈ ഭാര്യ ഭർത്തൃ ബന്ധമല്ലാത്ത എല്ലാ ബന്ധങ്ങളും, ഇമ്മോറൽ റിലേഷൻസ് മുഴുവൻ നിയമവിരുദ്ധമായ കാലത്താണിത്. അന്ന് ഇയാളെ പിടിച്ച് ജയിലിലിടാതെ മതി. ഈ രാഷ്ട്രീയ നേതാവ് ജയിലിൽ കിടക്കാന്നത് മതിയായിരുന്നു. പക്ഷെ ആ കേസിനെ ഡൈവേർട്ട് ചെയ്തിട്ട് റേപ്പിലേക്ക് പോയപ്പോൾ റേപ്പിന് എവിഡൻസ് ഇല്ല, ലാക്ക് ഓഫ് എവിഡൻസ്, തീർന്നു. അപ്പൊ അവിടെയാണ് വിഷയം. അപ്പൊ നമ്മൾ ഓരോ വിഷയത്തിലും ഇപ്പൊ ഈ കേസിൽ പോലും ഇവർക്ക് ഈ പറയുന്ന പൊതുപ്രവർത്തകനോ അല്ലെ MLA അല്ലെ ഇനിയിപ്പോ നമ്മൾ പേര് പറഞ്ഞാൽ തന്നെ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ ഏറ്റവും നല്ല വകുപ്പുള്ളത് വിശ്വാസവഞ്ചനയായിരുന്നു. അതിനു പകരം ഈ ആവശ്യമില്ലാത്ത ഈ സ്ത്രീകളുടെ ഇരവാദം പിടിക്കലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അയാൾക്ക് കിട്ടേണ്ട ചെറിയ ശിക്ഷ പോലും കിട്ടാതെ അയാൾ എന്ത് ചെയ്യപ്പെടുന്നു? രക്ഷപ്പെടുന്നു. എവിടുന്ന്? നിയമത്തിന് മുന്നിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ പൊതുസമൂഹം എങ്ങനെ അയാളെ ശിക്ഷിക്കാൻ പറ്റുക? ഇല്ലല്ലോ. ഇപ്പൊ ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭ്രൂണഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എന്താ ചേട്ടൻ? ഭ്രൂണഹത്യ നിലവിൽ 100% നമ്മുടെ നാട്ടില് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അത് ഇനി ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ആ ഒരു ഭ്രൂണഹത്യ ചെയ്യണമെങ്കിൽ അത്രയും മെഡിക്കൽ റീസൺ അതിനുണ്ടായിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെതിരെയുള്ള ഒരു കേസായിരുന്നു ആ പെൺകുട്ടി നടത്തേണ്ടത്. ആ കേസ് നടത്തിയിരുന്നെങ്കിൽ അതായിരുന്നു ഒഫൻസ് എങ്കിൽ ഇയാൾക്കെതിരെ ചിലപ്പോൾ എന്ത് ചെയ്തേനെ? ആ കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ആ കേസിൽ അയാൾ രക്ഷപ്പെട്ടു. അയാൾക്ക് ആ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റ് കിട്ടിയതാണ്. അയാൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചേ? കാരണം മെറിറ്റിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിലുള്ള മെറിറ്റിലേക്ക് പോകാതെ കേസിനെ ഡൈവേർട്ട് ചെയ്യാൻ ഇവർ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പല കേസുകളിലെയും വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്താണ്? ആരുടെയൊക്കെയോ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇവരെല്ലാം കേസിനെ സമീപിക്കുന്നത്. ഈ സമ്മർദ്ദ ഫലമായിട്ട് സമീപിക്കുന്നതുകൊണ്ട് യഥാർത്ഥ കേസിൽ നിന്ന് ഡൈവേർട്ട് ആകുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 പവൻ സ്വർണം നഷ്ടപ്പെട്ടു, പറിച്ചുകൊണ്ട് പോയത് ഞാനാണ്. നിങ്ങൾ പോയിട്ട് പറയാണ് 10 പവൻ പറിച്ച് സുധീഷ് പോയി. കഴിഞ്ഞില്ലേ? ഇതാണ് സംഭവിക്കുന്നത്. 10 പവൻ പറിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും 10 പവൻ പറിച്ചിട്ടില്ല. അതെനിക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് ഇത് കണ്ടെത്താൻ പറ്റില്ല. സ്വാഭാവികമായി കേസ് ലീഗലി എന്ത് ചെയ്തു? ഇൻവാലിഡായി മാറുകയാണ്. അതേസമയം നിങ്ങൾ 1 പവന്റെ കാര്യത്തിലാണ് നിന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു പക്ഷേ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു കുറച്ച് കൂടുതൽ പറഞ്ഞ എന്ത് ചെയ്യും? കുറച്ച് കൂടുതൽ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തള്ളിവിടുന്നതാണ് ഇവിടെയുള്ള ഞാൻ മുഴുവൻ കേസുകളെന്ന് പറയുന്നില്ല, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഗൂഢാലോചനകളും കൊണ്ട് സംഭവിക്കുന്നത് യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടുന്നില്ല. യഥാർത്ഥ കുറ്റവാളികൾ ഇതിന്റെ പിൻബലത്തിൽ എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടുന്നു. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ദീപക് ആത്മഹത്യ ചെയ്തപ്പോൾ അതിന്റെ പേരിൽ വെള്ള പൂശാൻ പോയത് ആരെയാണ്? ബസ്സിൽ നിന്ന് പബ്ലിക്കായിട്ട് സിബ് അടിച്ച് കാണിച്ച സവാദ്.
സവാദിനെ വെള്ള പൂശാനാണ് ദീപകിന്റെ ആത്മഹത്യ ഇവിടെ ഉപയോഗിച്ചത്. ഇത് തന്നെ ഞാൻ പറയുന്നത്. സവാദിന്റെ കേസ് വേറെയും ദീപകിന്റെ കേസ് വേറെയും, രണ്ടിനെയും രണ്ട് മെറിറ്റിൽ എന്നെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കുന്നോ അന്ന് മാത്രമേ യഥാർത്ഥത്തിൽ സവാദിനെ കൊണ്ട് ഇരയാക്കപ്പെട്ട കുട്ടികൾക്ക് നീതി കിട്ടുള്ളൂ. അതേസമയം ദീപകിനെ പൊക്കിപ്പിടിച്ച് നമ്മൾ പോയിട്ട് ചാനൽ ചർച്ചയിലോ പൊതുസ്ഥലത്തോ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇവർ നാളെ എന്തു പറഞ്ഞാൽ ഇവരെ കാട്ടി ഓടിക്കുന്ന നിലയിലേക്ക് വരും എന്നുള്ളതാണ് സത്യം. അവരാണ് ആദ്യം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചേട്ടൻ ഇത്രയും സംസാരിച്ചില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെണ്ണായതുകൊണ്ടും പെണ്ണുങ്ങള് ആണുങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ സമൂഹത്തിൽ നേരിടുന്നുണ്ടെന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഇപ്പൊ കുറച്ചു നേരം ഈ സംസാരത്തിൽ ഞാൻ ഇപ്പൊ രാഹുലിന്റെ കാര്യം ആയിക്കോട്ടെ ദീപകിന്റെ കാര്യം ആയിക്കോട്ടെ അനുകൂലിച്ച് സംസാരിക്കാതിരുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് രണ്ട് അഭിപ്രായമുണ്ട്. വേറൊന്നുമല്ല, ഈ പല പെണ്ണുങ്ങളും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് 4ഉം 5ഉം തവണയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാ വരുന്നേ. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു തവണ പീഡിപ്പിക്കുമ്പോ പറഞ്ഞൂടെ പീഡിപ്പിച്ചതാണെന്ന്. 4ഉം 5ഉം തവണ ആയപ്പോഴാണോ? അവിടെ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. അതായത് ഒരാള് ഈ പീഡിപ്പിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട സ്ത്രീയെ അടിമയാക്കി വെക്കാൻ സ്വാധീനമുള്ള ഒരാളാണെങ്കിൽ, അയാളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്ന സ്ത്രീയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു മുതലാളി അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. ആ തൊഴിലാളിക്ക് ഈ മുതലാളിയെ ചാരി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ ഈ ശമ്പളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയായിരിക്കും ഒരുപക്ഷെ അവർക്ക് പെട്ടെന്നൊരു ജോലി വേറെ കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ കിട്ടുന്ന ശമ്പളം ചിലപ്പം പുറത്തുപോയി കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യേണ്ടി വരുമായിരിക്കും? ഇവിടെ കീഴ്പ്പെടേണ്ടി വരുമായിരിക്കും. ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ, ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഇപ്പൊ നമ്മള് കാസർഗോഡ് നിന്ന് നമ്മളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അവരുടെ സ്ഥിതി അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭീഷണിപ്പെടുത്താവുന്ന, അതൊക്കെ നമുക്ക് ഈ പൊതു ഇടത്തിലേക്ക് അധികം നമ്മളൊക്കെ ഇറങ്ങിയതുപോലെ ഇറങ്ങാത്ത ചില സ്ത്രീകളാണ് ഇതിനകത്തൊക്കെ പെട്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ അവര് 2-3 തവണ ഇവരുടെ ഞാൻ പറഞ്ഞത് ഈ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരം ചെറിയ കേസുകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതേസമയം നിങ്ങൾ പറയുന്ന പോയിന്റ് ഉണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഈ ഒരു പീഡനം കഴിഞ്ഞ് രണ്ടാമത് ബിരിയാണി കഴിക്കാൻ പോവും, അടുത്ത പീഡനം കഴിഞ്ഞ് സിനിമയ്ക്ക് പോവും, മൂന്നാമത്തെ പീഡനം കഴിഞ്ഞ് ബീച്ചിൽ പോവും, നാലാമത്തെ പീഡനം കഴിഞ്ഞ് ഫ്ലാറ്റ് വാങ്ങുന്നതിനെ പറിച്ച് ചർച്ച ചെയ്യും, അഞ്ചാമത്തെ പീഡനം കഴിഞ്ഞിട്ട് ഇന്ന പെർഫ്യൂം ഉപയോഗിക്കണം എന്നുള്ള ഡിസ്കഷൻ നടക്കും. ഇതിനൊന്നും പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഈ ഒരു വിഷയത്തില് സ്വയം നടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നടി പറയുകയുണ്ടായി, ഞങ്ങള് വിചാരിക്കുന്നത് റൂം എടുക്കുന്നത് ചുമ്മാ സംസാരിച്ചിരിക്കാനും അല്ല ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ എനിക്ക് സത്യത്തില് ഇപ്പൊ ഈ കളങ്കാവിൽ ഇറങ്ങിയ സമയത്ത് അതില് ഗായത്രിയുടെ ക്യാരക്ടർ പറയുന്ന ഒരു വർത്താനമുണ്ട്, റൂം എടുക്കുന്നത് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാനല്ലാതെ എനിക്കറിയാന്ന്. ഇത്രയും പോലും ബോധമില്ലാത്ത പെണ്ണുങ്ങളാണായത്. അത് ബോധത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ ഈ പറയുന്ന പുരുഷന് തോന്നുന്ന എല്ലാ വികാരങ്ങളും ഈ സമയങ്ങളിൽ സ്ത്രീകൾക്കുണ്ട്. വെറുതെ തോന്നാണ്. സ്ത്രീകളിലും വികാരമുണ്ട്. മിസ്യൂസ് ചെയ്യല്ലേ അവരുടെ ഇനിഷ്യേറ്റീവിൽ, സ്ത്രീകളുടെ ഇനിഷ്യേറ്റീവിൽ. എനിക്കറിയാവുന്ന കേസിൽ ഒരു സ്ത്രീ പ്രണയം പരാജയപ്പെട്ടപ്പോൾ ഞാൻ റൂം എടുത്തത് പോലും എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം. കാരണം ഈ കൂടെ പോയതിന് റൂം എടുക്കാൻ പോലും ഗതിയില്ല. അപ്പൊ അവന് റൂം എടുക്കാൻ ആര് സഹായിച്ചു? ഇവരുടെ ആവശ്യമായിരുന്നുകൊണ്ട് ഇവരാണ് റൂം എടുത്ത്, ഇവരുടെ അടുത്ത് കാശുണ്ടായിരുന്നു, റൂം എടുത്തു, അവന് ഷർട്ട് വാങ്ങി കൊടുത്തു, അവന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതിനുള്ള കാശും കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞ ഇരയെ വരെ എനിക്കറിയാം. ഇവരെ ഒന്ന് ഇര എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് സമൂഹത്തിന്. ഇവരൊന്നും ഇരകളല്ല, ഇവരൊക്കെ ചോദിച്ചു വാങ്ങുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ആരാ കയ്യിലെ കാശ് മുടക്കി റൂം എടുത്തിട്ട് കളങ്കാവലിൽ പറഞ്ഞ പോലെ അവിടെ പോയിട്ട് മറ്റേ വേദഗ്രന്ഥം വായിക്കാൻ വേണ്ടി റൂം എടുക്കാൻ പോകുന്നത് നമുക്കറിയാലോ എന്താ ഇതൊക്കെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ അവരെ കൂടെ കൂടും. ആരായി കൂടുന്നത്? ഇത്തരം വാദഗതികളുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ. അവരിതിൻ്റെ കൂടെ കൂടും. ഇവർ നശിപ്പിക്കുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇത്തരം വാദങ്ങളെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ നശിപ്പിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഓരോ നിമിഷവും നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും അബ്യൂസ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളും സ്ത്രീകളും തന്നെയാണ്. ഒരു തർക്കം കാര്യത്തിനകത്തില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ചർച്ചകളിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ 4-5 തവണ കറങ്ങാൻ പോയെടുത്തും ടൂറ് പോയെടുത്തും അയ്യോ ഞാൻ അറിയില്ലായിരുന്നു ടൂർ പോകുമ്പോൾ എൻ്റെ മേത്ത് നിങ്ങൾ തൊടുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഇരകളല്ല. എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ വുമൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന, ചുമ്മാ സംസാരിച്ചുകൊണ്ട് ആണുങ്ങൾക്കെതിരെ മാത്രം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്കും യഥാർത്ഥത്തില് ഇരയായിട്ടുള്ള പെണ്ണുങ്ങളുടെ മാനസികാവസ്ഥ, അവരെന്താ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അതൊന്നും അറിയാൻ പറ്റില്ല. ശരിക്കുള്ള റേപ്പ്, പീഡനം അതെന്താണെന്ന് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കുള്ള പീഡനം, റേപ്പ് എന്ന് പറയുന്നത് അല്ല, ശരിക്കും ഇത് ശരിക്കും നിങ്ങൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ പീഡനം എന്ന് പറയുന്നത്, അല്ലെ റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ മേത്ത് നിങ്ങൾ ഇങ്ങനെ തൊട്ടാൽ അതുപോലും എനിക്ക് പീഡനമാണ്. അത് വരെ റേപ്പിന്റെ ഡെഫിനേഷനകത്താണ് വരിക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവരെ വിടാതെ വേട്ടയാടുന്ന ട്രോമയായി മാറുന്ന ഇത്തരം ഇൻസിഡന്റുകളെ ജസ്റ്റിഫൈ ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റാണ്ടാവുന്നത്. അതിന് അവർക്ക് നീതി കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. അവരനുഭവിച്ചു പോകുന്ന സിറ്റുവേഷൻ ഒരു തവണയെങ്കിലും അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി പേരായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ല, നമ്മളൊക്കെ അവരുടെ ഒപ്പം തന്നെയാന്നേ. നിങ്ങൾ ഈ പറയുന്ന അവരുടെ ഒപ്പമാണ് നമ്മൾ. അവർക്കൊപ്പം മാത്രമാണ്, അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഒപ്പം ഇല്ലെന്ന് പറയുന്നത്. എന്റെ വാദം ഇപ്പോഴും എന്താണ്, ഇത് രണ്ടും രണ്ടായി കാണണം എന്നുള്ളതാണ്. അതായത് വൺസ് ഒരാളുടെ കൂടെ പ്രണയത്തിലോ പണത്തിനോ അയാളുടെ പക്കൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനോ വേണ്ടി നടന്ന് വാങ്ങിക്കൂട്ടുന്ന ലൈംഗിക ബന്ധങ്ങളെ, ആ ലൈംഗിക ബന്ധങ്ങൾ നാളെ റേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, വരാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. പിന്നെ വൈകി എന്ന് പറയുന്നൊന്നും നമ്മളുടെ നിയമത്തിനകത്തോ അല്ലെങ്കിൽ സാമൂഹ്യ ചുറ്റുപാടിനകത്തോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒന്ന് പ്രസ് മീറ്റ് നടത്താനൊന്നും പറ്റിയെന്ന് വരില്ല, പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിനോടനുബന്ധമായിട്ട് ആ ആളിൽ നിന്ന് അകന്നു കഴിയാനെങ്കിലും അവർ ശ്രമിച്ചിട്ടുണ്ടാവണം. അയാളുമായിട്ട് നിരന്തരം പിന്നെയും തുടർ സമ്പർക്കങ്ങൾ നടത്തിയിട്ട് എനിക്ക് അതിനെ ട്രോമ ഉണ്ടായിരുന്നു, പിന്നെ അയാളുടെ കൂടെ പോയി ബിരിയാണി കഴിച്ചാൽ ട്രോമ മാറുമെന്ന് വിചാരിച്ചാൽ ഞാൻ പോയെന്ന് പറയുന്ന അതൊന്നും യഥാർത്ഥത്തിൽ ഇവർ ഇരയാക്കപ്പെട്ടതല്ല. ഇവർ സ്ത്രീപക്ഷ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.